ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും അടിച്ചു പൊളിച്ചിരിക്കുകയാണല്ലേ. അപ്പം ഞാനൊരു പ്ലം കേക്കൊക്കെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. നോർമലി എല്ലാ ഇയറിലും എന്താ പറയുക, കടയിൽ പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുവരാനാണ് പതിവ്. ഇപ്രാവശ്യം വീട്ടിൽ തന്നെ ഒരു കേക്ക് ഉണ്ടാക്കിയാലോ എന്ന് തീരുമാനിച്ച്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. എങ്ങനെ ഉണ്ടാവുന്ന ഒരു പിടുത്തവും ഇല്ല. ചിലപ്പം കൊളാവാനും ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. പ്ലം കേക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇവരെങ്ങോട്ടാണ് പോകുന്നതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാക്കാം. വേറെ എങ്ങോട്ടുമല്ല, ഞങ്ങൾ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. പ്ലം കേക്കിന് ആവശ്യമായിട്ടുള്ള ചില ഐറ്റംസ് ഒന്നും വീട്ടിലില്ല. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞാനും എൻ്റെ അനിയനും കൂടിയിട്ടായിരുന്നു പോയിരുന്നത്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു, തിരിച്ച് പോന്നു. ഇനി നമുക്ക് അതിനുള്ള പരിപാടികൾ നമുക്ക് നോക്കാം. കേക്ക് ഉണ്ടാക്കാനായി ആദ്യം തന്നെ ഫ്ലെയിം ഓൺ ചെയ്ത് പാത്രം വെച്ചു. ശേഷം അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ടു. ഞാൻ അളവിനായിട്ട് ഗ്ലാസ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിന്നെ അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. ഇങ്ങനെ ഷുഗർ ഉരുകിയിട്ട് ഏകദേശം ഒരു യെല്ലോ കളറായിട്ടുണ്ട്. നമുക്ക് ബ്രൗൺ കളറിൽ കിട്ടണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. യെല്ലോ ഷെയ്ഡൊക്കെ മാറി നമ്മൾ ഉദ്ദേശിച്ച കളറിലേക്ക് കിട്ടിയിട്ടുണ്ട്. അധികം ബ്രൗൺ ആയി കഴിഞ്ഞാൽ ചിലപ്പം കഴിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം, അതായത് ചെറിയ ചൂടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ശേഷം നന്നായി ഒന്ന് തിളപ്പിച്ചൊന്ന് ഇളക്കിയെടുത്തു. ഇളക്കി കൊടുത്ത ശേഷം എല്ലാം ഒന്ന് മെൽട്ടായിട്ടുള്ള രൂപമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഇതിന് നമുക്ക് അടുത്ത ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഞാൻ എടുത്തിരിക്കുന്നത് ഉണക്കമുന്തിരി, ചെറി, അതുപോലെ തന്നെ കാഷ്നട്ട്, ടൂട്ടി ഫ്രൂട്ടി, പിന്നെ ബദാം. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇനി നമുക്ക് ഈ കാരമൽ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നേരത്തെ ഞാൻ പാത്രത്തിൽ മാറ്റി വയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് ഇതിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിന് മുമ്പ് തന്നെ സിട്രസ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ജ്യൂസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഫസ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത്. 1/4 ഗ്ലാസ് ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. അത് ആഡ് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് തിളപ്പിക്കണം. തിളച്ച ശേഷം നമുക്ക് ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ഒക്കെ ഇട്ട ശേഷം നമുക്ക് ജസ്റ്റ് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് കുറുകി വരണം. അതിൽ ജ്യൂസും അതുപോലെ തന്നെ കാരമലൊക്കെ വറ്റി എല്ലാം അതിൽ മിക്സായിട്ട് ഒരു നല്ല എന്താ പറയുക തിക്കായിട്ട് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒന്ന് കുറുകി വന്ന സമയത്ത് നമ്മൾ സിട്രസിൻ്റെ തൊലി ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്തു. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്തു. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു. അപ്പോൾ നല്ല മിക്സ് ചെയ്ത് ഇപ്പോൾ ഈ പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് വേറൊരു പാത്രത്തിൽ 2 ഗ്ലാസ് മൈദയും അതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറും ഗ്രാമ്പു പൊടിച്ചതും ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി. അതിനുശേഷം നമ്മൾ വേറൊരു പാത്രത്തിൽ 3 മുട്ടയും എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തിട്ട് ഏകദേശം നമുക്കൊരു ഈ രൂപത്തിലേക്ക് കിട്ടും. ഇതിലേക്ക് നമുക്കൊരു 1/4 ഗ്ലാസ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്.
പിന്നെ ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടി ആഡ് ചെയ്യാം. ഷുഗർ ഞാൻ 4 ടേബിൾ സ്പൂൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസും പിന്നെ അതേപോലെ തന്നെ പൈനാപ്പിൾ എസൻസും നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കാരമൽ സിറപ്പുണ്ട്, അതുകൂടെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഇതെല്ലാം ആഡ് ചെയ്ത ശേഷം നമുക്ക് ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് അതും ആഡ് ചെയ്യാം. അത്യാവശ്യം നല്ല തിക്കായിരുന്നു, അപ്പോൾ അത് ഞാൻ മിക്സ് ചെയ്തിട്ട് ഒരു 1.25 ഗ്ലാസ് മൈദയും കൂടി ആഡ് ചെയ്ത് നല്ല തിക്കിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ട പാത്രത്തിൽ ബട്ടർ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഫുള്ളായിട്ട്. ഇനി നമുക്കിതിലേക്ക് ആ മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പിലേക്ക് മാറ്റി വയ്ക്കാം. അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 30 മിനിറ്റോളം നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിലും അടിപൊളിയായിട്ട് സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല സ്മൂത്തായിരുന്നു. സൈഡിൽ ചെറിയ തിക്നെസ് ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റത്തെ ട്രൈ ആണ്, അപ്പോൾ എനിക്ക് നല്ല അടിപൊളിയായി തോന്നി. നല്ല ഫ്ലേവർ, ആ ഒരു മണക്ക് കിട്ടിയിരുന്നു. പിന്നെ കേക്ക് കഴിക്കാനും അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചതിലും അടിപൊളിയായിട്ട് എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ഫ്ലേവറും സ്മെല്ലും ടേസ്റ്റും ഒക്കെ അതിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമായി. ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഞാൻ കേക്ക്, ഇതുവരെ കേക്ക് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം വളരെയധികം സന്തോഷമായി. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പം എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കണ്ട. എൻ്റെ അപ്പപ്പെടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് അപ്പം തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെൽ ഐക്കൺ ഓളെന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം നെക്സ്റ്റ് പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.